യുഎഇയിലും ഒമാനിലും വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇരു രാജ്യങ്ങളിലും പെയ്ത കനത്ത മഴയ്ക്ക് ശമനമുണ്ടായതിനു പിന്നാലെയാണ് പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മഴയെ തുടർന്ന് കനത്ത നാശനഷ്ടമാണ് യുഎഇയിലും ഒമാനിലും ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ കെടുതിയിൽ നിന്ന് യുഎഇ ഒമാനും കരകയറുന്നതിനിടെയാണ് വീണ്ടും മഴയെത്തുമെന്ന പ്രവചനം. യുഎഇയിൽ ഏപ്രിൽ 23-ന് മഴയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരിയതോ മിതമായതായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇത് ചില പ്രദേശങ്ങളിൽ തീവ്രമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് മണിക്കൂറിൽ 15 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ ഒമാനിൽ വരും ആഴ്ചയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥാ നിരീക്ഷകൻ മുഹമ്മദ് അൽ മഷക്കിയുടെ അഭിപ്രായത്തിൽ ഏപ്രിൽ 24-നും 25-നും രാജ്യത്ത് വീണ്ടും മഴ ലഭിക്കും. വരും ആഴ്ചയിൽ കാലാവസ്ഥയിൽ വീണ്ടും മാറ്റമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം മഴക്കെടുതിയിൽ യുഎഇയിൽ മരണം 4ആയി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 ഫിലിപ്പൈൻസ് സ്വദേശികളുടെ മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് നീക്കി ജനജീവിതം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുകയാണ്. ഒമാനിൽ മഴയിൽ മരിച്ചവരുടെ എണ്ണം 21ആണ്. 4 ദിവസത്തോളം നീണ്ടുനിന്ന മഴ ഇപ്പോൾ രാജ്യത്തെങ്ങും ശമിച്ചിരിക്കുകയാണ്. വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും വാഹനങ്ങൾ അടക്കമുള്ളവ ഒലിച്ചു പോവുകയും ചെയ്തു. ജനം, ദുബായ്.